സിനിമാ ലോകത്തെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം മലയാളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല എന്നും തമിഴിലും തെലുങ്കിലും ഇതിലേറെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും മലയാളിക്കേറെ സുപരിചിതയായ സിനിമാ നടി ഷക്കീല വെളിപ്പെടുത്തുന്നു. ഷക്കീലയുടെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. തമിഴ് നടി രൂപശ്രീക്കുണ്ടായ തിക്താനുഭവങ്ങൾ വിവരിക്കുകയായിരുന്നു അവർ. ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ വെച്ച് അവർ ആക്രമിക്കപ്പെട്ടുവെന്നും ഇടപെടാൻ ചെന്ന് തനിക്ക് പോലും അടി കിട്ടിയെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു. എന്ന് പറയാൻ പ്രശ്നം ഇവിടെ നിന്ന് നിൽക്കുന്നതല്ല. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം പ്രശ്നങ്ങളുണ്ട്. എന്ന് പറയാൻ സ്ത്രീകൾക്ക് പൊതുവെ സിനിമാ മേഖലയിൽ പ്രത്യേകിച്ചും സുരക്ഷിതരായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. സിനിമാ മേഖലയിൽ മാത്രമല്ല, ഒരു മേഖലയിലും സ്ത്രീകൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ല. ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീക്ക് തന്റെ ജോലി സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകുവാനോ സുരക്ഷിതയായി തിരിച്ചു വരാനോ സാധിക്കാറില്ല. കഴുകൻ കണ്ണുകൾ അവളെ പിന്തുടരുന്നുണ്ടാവും. അതാണ് യഥാർത്ഥമായ പ്രശ്നം എന്ന് പറയുന്നത്. ഏകമാർഗം എന്ന് പറയുന്നത് ശക്തമായ നിയമങ്ങൾ ഇതിനെതിരെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്രീമാൻ മുകേഷോ സിദ്ദിഖോ ഒന്നും പുണ്യവാളന്മാരാണ് എന്നല്ല. അവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാവുക തന്നെ വേണം. കുറെ കാലമായി കൊച്ചുകുട്ടികൾക്കെതിരെയുള്ള അതിക്രമം താരതമ്യേന കുറവാണ്, ഇല്ല എന്നല്ല, താരതമ്യേന കുറവാണ്. കാരണം പോക്സോ നിയമം, മറ്റു പല നിയമങ്ങളും, അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്. അല്ലാത്ത കേസുകളിൽ ഇത്തരം ഭയാശങ്കകളേ ഇല്ല. അത് തന്നെയാണ് പ്രശ്നം. ശക്തമായ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഇതിന് യാതൊരു ഓമഴിയുമില്ല. എന്താണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് സത്യം വിളിച്ചു പറയുവാൻ പെൺകുട്ടികൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ഇപ്പോ പന്ത് ഗവൺമെന്റ് കോർട്ടിലാണ്. വേണ്ട നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എല്ലാറ്റിനും ഉപരി കേസെടുത്തുകൊണ്ട് കാര്യമില്ല, നടപടിയിലേക്ക് വരണം. നമുക്കറിയാം, നടിയെ ആക്രമിച്ച കേസ് എത്രയോ വർഷമായി. കാശുള്ളതിന്റെ പേരിൽ അതിങ്ങനെ നീണ്ടു പോവുക. അതിന്റെയൊക്കെ വിധി എന്ന് വരുമോ ആവോ, കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.